ഇൻഫ്ലുവൻസ് ആണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത്. കാരണം H1N1 പോലത്തെ ഇൻഫ്ലുവൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം കർക്കിടക മാസത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, കർക്കിടക മാസത്തിൽ പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു പോരുത് കേട്ടോ. വെള്ളം കുടിക്കാമെന്ന് മാത്രമല്ല, വെള്ളം നല്ല തിളപ്പിച്ചാറിയതേ കഴിക്കാൻ പാടുള്ളൂ. കാരണം കർക്കിടക മാസത്തിൽ നമുക്കറിയാം പ്രളയവും മറ്റുമൊക്കെ ബാധിച്ചുകൊണ്ട് നമ്മുടെ വെള്ളം ഏറ്റവും അശുദ്ധമായിരിക്കും. അതിനെ ചൂടാറിയിട്ട് തന്നെ കഴിക്കാൻ നോക്കാം. പിന്നെ വെള്ളം കുടിക്കാനുള്ളൊരു പ്രേരണ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് ദാഹമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. പറയുന്നത് എന്താണ്, ആട്ടിൻ സൂപ്പ് കുടിക്കണം എന്നാണല്ലേ? ഓക്കെ, നമുക്ക് കുടിക്കാം. അങ്ങനെ നമ്മൾ ആട്ടിൻ സൂപ്പിനെ കുറിച്ചും ഒരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ആട്ടിൻ സൂപ്പിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കും. കർക്കിടക മാസത്തിൽ നമ്മളെപ്പോഴും മധുരം കുറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ആക്കും. പിന്നെ ഞാൻ സ്ഥിരം കഴിക്കാറുള്ള മുസ്ലി, നമ്മളെ കർക്കിടക്കഞ്ഞി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ മഞ്ഞളും